എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താ. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നീതിമാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ പ്രഭാതയാമം വീണ്ടും അവിടുത്തെ പാദപീഠത്തോട് ചേർന്ന് വരുവാൻ ദൈവം കൃപ ഒരുക്കിയതിനായിട്ട് നന്ദി. യേശുവെ, അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഈ ദിനത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആരംഭിക്കട്ടെ. അങ്ങയ്ക്ക് മഹത്വം കരേറ്റുവാൻ കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് ലൈവ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ദൈവം തമ്പുരാൻ നമുക്ക് ഇടവരുത്തട്ടെ. കർത്താവിൻ്റെ നാമസ്തുതിക്കായി ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം എന്നുള്ള പാട്ടിൻ്റെ ഈരടികൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാവുന്ന. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കും, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തോട് നമ്മൾ ചേർന്ന് വരുമ്പോൾ, ഇന്ന് പ്രിയരെ ഇലക്ഷൻ്റെ ദിനമാണ്. ഇലക്ഷൻ്റെ ദിനമായതുകൊണ്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള വലിയ ഉത്തരവാദിത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. റോമലേഖനം 13-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. വേദപുസ്തകത്തിൽ റോമാലേഖനം 13-ാം അധ്യായത്തിൽ നമുക്ക് ഭൗമികമായി ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള അധികാരസ്ഥരോടുള്ള നമ്മുടെ മനോഭാവം
എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് വിശുദ്ധനായ പൗലോസ് നമുക്ക് നൽകുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നത് സകല അധികാരവും ദൈവത്താൽ നൽകപ്പെടുന്നു എന്ന വലിയ തിരിച്ചറിവ് ദൈവജനത്തിന് ഉണ്ടായിരിക്കണമെന്നാണ്. നമ്മുടെ ഭാരത രാജ്യം പോലെ മറ്റുള്ള രാജ്യങ്ങളിലും ചില രാജ്യങ്ങളിലെങ്കിലും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഭരണം നടത്തുന്ന രാജ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിൽ നേതൃസ്ഥാനത്തേക്ക് ആളുകൾ വരികയും ചില കാലഘട്ടങ്ങളിൽ അവർ രാജ്യത്തെ ഭരിക്കുകയും തുടർന്ന് അവർ മാറി അടുത്തവർ വരികയും ചെയ്യുന്ന, അത് രാജഭരണകാലം മുതൽ തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങളും നീക്കങ്ങളും നമ്മൾ ധാരാളം കണ്ട ചരിത്രമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഭാരതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചിരുന്ന കാലത്ത് നിന്ന് കോളനിവൽക്കരണത്തിലൂടെ ഇതൊരു അധികാരത്തിൻ്റെ കീഴിൽ വരികയും അതിനു മുൻപ് വന്ന അധികാരികൾ ചിതറിക്കിടന്നിരുന്ന രാജ്യങ്ങളെ അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ ഒറ്റ രാജ്യമായി കൊണ്ടുവരികയും 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു പ്രസിഡന്റിൻ്റെയും ഒരു പ്രധാനമന്ത്രിയുടെയും കീഴിൽ നമ്മുടെ രാജ്യങ്ങൾ, ഭാരതം ഒറ്റ രാജ്യമായി നിലനിൽക്കുകയും ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനം അത് സംസ്ഥാന രൂപീകരണത്തിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ രണ്ട് വിധ തെരഞ്ഞെടുപ്പാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയാം. ഒന്ന് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും, രണ്ട് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും. അതിൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം ഈ നാളുകളിൽ നടത്തുന്നത്. ഇന്ന് കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ എംപിമാരെ, മെമ്പർ ഓഫ് പാർലമെന്റ് അംഗങ്ങളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും അങ്ങനെ അവർ പാർലമെന്റിൽ പോവുകയും പ്രധാനമന്ത്രി തുടങ്ങുന്ന പദവികളിലേക്ക് ആളുകൾ വരികയും ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ്. വേദപുസ്തക പ്രകാരം ഏത് അധികാരങ്ങൾ, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ എന്നാണ്. അധികാരത്തിൻ്റെ ഒരു ശ്രേണീകരണം എല്ലാ മേഖലകളിലുമുണ്ട്. ഭാരതത്തിൽ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ജനാധിപത്യ അവകാശം പോളിങ്ങിലൂടെ, വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നതാണ് വളരെ വ്യക്തമായ ഒരു തിരിച്ചറിവ്. മാത്രമല്ല, അധികാരസ്ഥർക്ക് കീഴടങ്ങുമ്പോൾ, അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവികമായ ഒരു പദ്ധതിയുടെ നിറവേറ്റലാണ് ഞാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എനിക്കും നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ ഫറവോന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ദൈവമക്കളല്ലാത്തവരുടെ നേതൃത്വങ്ങളും, ഇപ്പോൾ ദാരിയവേശിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പഠിക്കുമ്പോഴും നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഇവരാരും യഹൂദന്മാരായിരുന്നില്ല. പക്ഷേ യഹൂദന്മാർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ദൈവം ഇവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയതായിട്ട് നമ്മൾ വേദപുസ്തകത്തിലൂടെ വായിക്കുന്നുണ്ട്. ഭാരതത്തെ സംബന്ധിച്ച് ജനാധിപത്യം അനുസരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ദൈവമക്കൾ ഭയപ്പെടേണ്ടതില്ല എന്നതാണ് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് അധികാരസ്ഥർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവർക്ക് നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പ്രവൃത്തികൾ എല്ലാവർക്കും നീതി വെളിപ്പെടുത്തുന്നതായി തീരുവാൻ. ദൈവികമായ ഭരണം എന്ന് പറയുന്ന നീതി അധിഷ്ഠിതമായ ഭരണമാണ്. അവിടെ യാതൊരുവിധ വൈരുദ്ധ്യങ്ങളുമില്ലാതെ എല്ലാവർക്കും തുല്യമായ നീതി കിട്ടുന്ന ഭരണമാണ് ദൈവത്തിൻ്റെ ഭരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് ലോകത്തിൽ കാണുന്ന ഭരണം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരവരുടെ സ്വജനപക്ഷപാതമുണ്ട് ധാരാളമായിട്ട്. അവരവരുടെ ജനത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ച് ദൈവിക ഭരണത്തിൻ്റെ ഒരു നിയന്ത്രണം, ഭൂമിയും പൂർണ്ണതയും ഭൂതലവും നിവാസികളും യഹോവയ്ക്കുള്ളതാണ് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ലോകത്തിൽ 200-ലധികം രാജ്യങ്ങളിൽ ഉള്ളപ്പോൾ ഏത് രാജ്യത്തിലും ജനിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജനങ്ങളും, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ളവരാണ്. അതുകൊണ്ട് ആത്യന്തികമായി ഈ ഭൂമിയിൽ ആര് ഭരണമേറ്റെടുത്താലും അവരെ നിയന്ത്രിക്കുവാനുള്ള അധികാരം സർവശക്തനായ ദൈവത്തിൻ്റെതാണെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുകയാണ്. നമ്മളതാണ് വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നിർബന്ധമായും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കാൻ വരുന്നത് ഏത് രാജാവാണെങ്കിലും ഏത് നേതാവാണെങ്കിലും
അവർക്ക് നീതിപൂർവമായ ഭരണം കാഴ്ചവെക്കേണ്ടതിന് ദൈവികമായ ഇടപെടൽ അവരിലുണ്ടാകണമേ. അവരുടെ ഭരണത്തിന് കീഴിൽ ഒരു വ്യക്തികളും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. ജാതിയുടെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ശിക്ഷിക്കപ്പെടാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് നമ്മൾ എംപിമാരായി തിരഞ്ഞെടുക്കപ്പെടാനുള്ളവരെയും പിന്നീട് അവർ മൂലം തിരഞ്ഞെടുക്കപ്പെടാനുള്ള രാജ്യസഭയെയും ലോകസഭയെയും ഓർത്തുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, അവിടെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ മേലുണ്ടാകണം. അവരിലൂടെ നമുക്ക് നീതി കിട്ടണം. അവരുടെ ഭരണത്തിലൂടെ നമുക്ക് നന്മ കിട്ടണം. അതിനുവേണ്ടി ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആര് അധികാരത്തിൽ വരണമെന്ന് പ്രവചിക്കാനോ അങ്ങനെ ചെയ്യാനോ അല്ല, പിന്നെ അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അധികാരികളുടെ മനസ്സ് നീതിപൂർവമായ ഭരണം നടത്തേണ്ടതിന്, ദൈവികമായ ഇടപെടൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കാം. ഇന്ന് ആ വിഷയം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ്. സമാധാനപൂർണ്ണമായ ഒരു ഇലക്ഷനായി തീരണം. ഈ 13-ാം അധ്യായത്തിന് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി അധികാരം അല്ലെങ്കിൽ ലോകത്തോട്, ലോകക്രമങ്ങളോട്, ലോകഭരണത്തോട് ഒരു വിശ്വാസിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നത്. കണ്ടോ, 4-ാമത്തെ വാക്യം, നിന്റെ നന്മയ്ക്കായിട്ടാണ് അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായി ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ചും കീഴടങ്ങുന്നത് ആവശ്യം. കണ്ടോ, അവിടെ വളരെ വ്യക്തമാണ് ദൈവികമായ പദ്ധതി പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. എത്ര വ്യക്തമായിട്ടുള്ള ഒരു രേഖപ്പെടുത്തലാണ് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുക. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭാരതത്തിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ജമ്മു കാശ്മീർ മുതൽ നമുക്ക് കന്യാകുമാരി വരെയുള്ള വിസ്തൃതമായ ഭൂഭാഗങ്ങൾ. അവിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ദൈവമാകുന്ന കർത്താവെ, തെരഞ്ഞെടുപ്പുകൾ ദൈവഹിതത്തിനാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവർ എല്ലാ ജനങ്ങൾക്കും നീതി ചെയ്യേണ്ടതിന് ദൈവം അവരെ ഉപയോഗിക്കണം. അതിനുള്ള കഴിവ് ദൈവാത്മാവിനാൽ അവർ കൊടുക്കണമേ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് നീതിയുടെ ദൈവമാകുന്ന നമ്മുടെ കർത്താവിൻ്റെ ശക്തി എന്ന് നമുക്കറിയാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇലക്ഷനും തെരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ചുള്ള സകല കാര്യങ്ങളും നന്മയായി തീരണമേ എന്ന് നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് അപ്രകാരം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ പ്രഭാത സമയം ദൈവത്തിൻ്റെ പാദപീഠത്തോട് അടിയങ്ങളിതാ ചേർന്ന് വരികയാണ്. കർത്താവെ, ഞങ്ങൾ ഇന്ന് നടത്തപ്പെടുന്ന ഞങ്ങളുടെ കേരളത്തിലെ ഇലക്ഷന് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് രാഷ്ട്രീയ പ്രതിനിധികൾ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രാധാന്യം. ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അധികാരികളുടെ മനസ്സിൽ നീതിപൂർവമായ ഭരണത്തിന് ദൈവാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ പാർലമെന്റിൽ പോയി അവിടെ കർത്താവെ അധികാരികളെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കും. ദൈവത്തിൻ്റെ ഭരണം ഞങ്ങൾക്കുണ്ടാകേണ്ടതിന് ഏത് ആൾ അധികാരത്തിൽ വന്നാലും അവരുടെ ഹൃദയങ്ങളിൽ ഇടപെടുന്ന ദൈവപരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതു വ്യക്തിയാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവൻ നീതിപൂർവമായ ഭരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവ്, നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് അപ്രകാരം നീതി നടത്തി തരുവാനായിട്ടില്ല. അതുകൊണ്ട് ദൈവികമായ പദ്ധതിയുടെ കരങ്ങളിൽ അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് നടക്കുന്ന കേരളത്തിൻ്റെ ഇലക്ഷൻ സമാധാനപൂർണ്ണമാകണമേ. എല്ലാവരും പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യാൻ ദൈവം കൃപ കൊടുക്കണമേ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന അധികാരികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളായി അവർക്ക് നീതിബോധമുള്ള ഒരു ഭരണം കാഴ്ചവെക്കേണ്ടതിന് ദൈവിക ഇടപെടൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഗോഡ്സ് ഗ്രേസ് എന്ന കുടുംബത്തിൽ ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. അങ്ങ് കൂടെ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം വിശുദ്ധീകരിക്കപ്പെടണം, ഞങ്ങളുടെ രാജ്യം വരണം, ഞങ്ങളുടെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളെ പരീക്ഷ കിടത്താ ദുഷ്ടം ഞങ്ങളെ വിടുവിക്കണം. രാജ്യവിശക്തി മഹത്വം എന്നേക്കും വാങ്ങിക്കൊള്ളതാവുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.